ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് പോൾ ഉണ്ടാക്കിയാൽ നല്ല രണ്ട് കളറിലാട്ടോ വരിക, മഞ്ഞയും വെള്ളയായിട്ട് അടിപൊളിയായിട്ടോ. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെ ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കാത്ത തന്നെ കേട്ടോ എടുത്തത്, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ പാൽപ്പൊടി എടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഏകദേശം 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മൾ പാൽപ്പൊടിൻ്റെ അളവ് കൂട്ടുമ്പോൾ നല്ലോണം ഒരു ഫ്ലേവർ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതില്ല അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വാനില എസൻസ് എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും മാറ്റിയെടുക്കുന്നുണ്ട്. മഞ്ഞ മാറ്റിയെടുക്കുമ്പോൾ മുട്ടേൻ്റെ വെള്ളയിൽ ഒരു മഞ്ഞ അതിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. 4 മുട്ടൻ്റെ മഞ്ഞ സെപ്പറേറ്റ് ആക്കി എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മിക്സിയില്ലേ ബ്രെഡിൻ്റെ, അതിലേക്ക് ഈ മുട്ടൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് സമയം നല്ലോണം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ലോണം മാറ്റി കൊടുക്കുക. അതിന് ശേഷം നല്ല ഫൈനായിട്ട് തന്നെ ഒരു അടിച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം അന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു മോൾഡാട്ടോ എടുത്തത്. നിങ്ങൾക്കിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള അലൂമിനിയത്തിൻ്റെ മോൾഡില്ലേ അതെടുക്കുക, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്, ഇപ്പോൾ വലിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കുക, അങ്ങനത്തെ ഏതിൽ വേണമെങ്കിലും നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന്മേൽ ഏലക്കായതിൻ്റെ തരിതരിപ്പ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഫുള്ള് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. അത് മെല്ലെ മെല്ലെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് വൈകുന്നേരം ചായൻ്റെ ഒപ്പം എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് അടിപൊളി നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു 5-10 മിനിറ്റ് അത്രയും വേണ്ടിയുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ സ്റ്റീമർ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ ബിരിയാണി പോട്ടിൽ ഒരു തട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് അവിടുന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നേരത്തെ മുട്ടൻ്റെ മഞ്ഞയില്ലേ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ തന്നെ ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുക, അല്ലേ വാനില എസൻസ്. ഇത് മസ്റ്റാണ് കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ആ മുട്ടൻ്റെ സ്മെല്ല് നല്ല പോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഏലക്കായ് പൊടി എന്തായാലും ഇടണം, മുട്ടൻ്റെ എന്താ പറയുക സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, എന്താ പറയുക നമുക്കിത് തണുത്താൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മേലെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മഞ്ഞയില്ലേ ഞാൻ അരിച്ചല്ല ഒഴിച്ചത്, ഞാനിപ്പോൾ ഏലക്കായിൻ്റെ പൊടി ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ തരിതരിപ്പ് ഉണ്ടാകും. അത് മുട്ടേൻ്റെ വെള്ളയിൽ മിക്സായി പോവാണ്ട് പതുക്കെ സൂക്ഷിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നല്ല അടിപൊളിയായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഏലക്കായൻ്റെ തരിതരിപ്പാട്ടോ കാണുന്നത്. വാനില എസൻസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഓക്കെ, ബൈ.